മലപ്പുറം കൊണ്ടോട്ടിയിൽ കോളേജിലെ ഓണാഘോഷത്തിനിടെ MDMA പിടികൂടി. വിദ്യാർത്ഥികൾ എത്തിയ കാറിൽ നിന്നാണ് 1 ഗ്രാം MDMA പിടികൂടിയത്. എക്സൈസിന്റെ വാഹനം കണ്ടപ്പോൾ വിദ്യാർത്ഥികൾ കാറിൽ നിന്നിറങ്ങി ഓടി. ആ ദൃശ്യങ്ങൾ കാണാം. കണ്ടാൽ അറിയാവുന്ന 3 പേരെ പ്രതിയാക്കി എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകുന്നത്. ശാന്തകുമാർ, ഇത് ഈ ഓണത്തിലാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ക്യാമ്പസുകളിൽ MDMA ഇങ്ങനെ ഓണ ദിവസം പിടിച്ചു എന്ന വാർത്ത വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ തോന്നുന്നത്. എന്താണ് ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും സനീഷ്, അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കോളേജുകളിൽ നടക്കുന്ന ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എക്സൈസും പോലീസും ശക്തമായ നിരീക്ഷണം തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ ഓണാഘോഷം നടക്കുന്ന കോളേജുകൾക്ക് സമീപമെല്ലാം എക്സൈസ് വലിയ തോതിൽ പരിശോധന നടത്തുന്നത്. അതാണ് മലപ്പുറത്തെ എക്സൈസിന്റെ നാർക്കോട്ടിക് സെല്ലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്താൻ വേണ്ടി ശ്രമിച്ചത്. അത് ഈ വാഹനം പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഈ കാറിൽ നിന്നും 3 വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടുകയായിരുന്നു. കൊണ്ടോട്ടിയിലെ ഒരു സ്വാശ്രയ കോളേജാണ്. ആ കോളേജിന് പുറത്ത്, കോളേജ് ക്യാമ്പസിന് പുറത്താണ് ഈ വാഹനം നിർത്തിയിരുന്നത്. അവിടെ നിന്ന് ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടുന്നത് കണ്ട സംശയം തോന്നിയതിന് ശേഷമാണ് പിന്നീട് എക്സൈസ് ഈ വാഹനം പരിശോധിച്ചത്. അപ്പോൾ ഈ വാഹനത്തിൽ നിന്നും 1 ഗ്രാം MDMA ലഭിക്കുകയും ചെയ്തു. ഈ കോളേജിലെ, ഈ കൊണ്ടോട്ടിയിലെ സ്വാശ്രയ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് 3 പേരുമെന്ന് എക്സൈസിന്റെ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന ഈ 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഇവർക്ക് എങ്ങനെ ലഭിച്ചു, ഇത് എങ്ങനെയാണ് ഇവർക്ക് ഉപയോഗിക്കാൻ വിധത്തിൽ ഇപ്പോൾ വേറെ ആർക്കെല്ലാം വിതരണം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എക്സൈസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന കാറ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്യാമ്പസുകളിൽ ഇത്തരം പരിശോധന ശക്തമാക്കാനും നിരീക്ഷണം ശക്തമാക്കാനും തന്നെയാണ് എക്സൈസും തീരുമാനിച്ചിരിക്കുന്നത്. സനീഷ്, ശരി, നന്ദി ശാന്തകുമാർ. വിവരങ്ങൾക്ക് അങ്ങേറ്റം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ക്യാമ്പസ് ഓണത്തിനകത്തും MDMA കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നത്.